ഇരിക്കൂ. ഡോക്ടർക്ക് എന്നെ മനസ്സിലായോ? പിന്നെന്താ മനസ്സിലാവാതെ? ഇത്താടെ മോളെ ഞാനല്ലേ ചികിത്സിച്ചത്. അല്ലാ, അങ്ങക്ക് നല്ല ഓർമ്മ ശക്തിയാണല്ലോ. ഞാൻ വന്നതേ, പറയൂ. അതിന്റെ ഇവിടെ ഒരു തടുപ്പ് മാതിരി. ക്യാൻസർ നല്ലായിരിക്കൂല്ലേ ഡോക്ടറെ? അല്ല, ഇനിയിപ്പോ അത് തന്നെ ആയിരിക്കോ? എല്ലാ തടിപ്പും മുഴകളും ക്യാൻസർ ആവണമെന്നില്ലല്ലോ. നമുക്ക് പരിശോധിക്കാന്നേ. ഇനിയിപ്പോ ആണെങ്കിൽ തന്നെ അതിന് നമ്മുടെ കയ്യിൽ ഒന്നാം തരം ചികിത്സയുണ്ടല്ലോ. അക്കാര്യത്തിലെങ്കിൽ ഒരു സംശയമില്ല. എന്റെ മോള് പഴയതിലും ഉഷാറായിട്ടല്ലേ ഇപ്പൊ നടക്കുന്നത്. അത്രേ ഉള്ളൂ. മോൾക്ക് വന്ന സ്ഥിതിക്ക് ഇത്താക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാൻ ഇത്തിരി സാധ്യതയുണ്ട് കേട്ടോ. അതെങ്ങനെ ശരിയാവും? പാരമ്പര്യമാണെങ്കിൽ ഞമ്മക്ക് വന്നിട്ടല്ലേ ഓക്ക് വരാവൂ. ഇക്കാര്യത്തിൽ അതങ്ങനെയല്ല. മോൾക്ക് വന്നാൽ അമ്മയ്ക്കും വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്കൊരു മാമോഗ്രാം ചെയ്യാം. ധൈര്യമായിരിക്കും കേട്ടോ. ഓ, ആയിക്കോട്ടെ. ജീനുകൾ വഴി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് സ്വഭാവവും രൂപവും മാത്രമല്ല, ചില രോഗങ്ങൾ കൂടിയാണെന്ന്, അല്ലെങ്കിൽ രോഗസാധ്യതകൾ കൂടിയാണെന്ന് നമുക്കറിയാം. ആ രോഗലക്ഷണം പ്രകടമാവാൻ പ്രായം ഒരു മാനദണ്ഡമല്ല. അതുകൊണ്ടാണ് ക്യാൻസർ പോലെ പാരമ്പര്യമായി വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ മകൾക്കാണ് ആദ്യം വരുന്നതെങ്കിൽ പിന്നീട് അമ്മയ്ക്കും വന്നേക്കാം എന്ന് പറയുന്നത്. സ്വയം പരിശോധനകളിലൂടെയും മറ്റ് ടെസ്റ്റുകളിലൂടെയും രോഗത്തെ നേരത്തെ കണ്ടെത്തി ചികിത്സ തേടുകയാണ് വേണ്ടത്.